നമസ്കാരം ഗൈസ്. ഇത് കണ്ടോ, ഇപ്പോൾ എൻ്റെ ഫോണിൽ വന്നൊരു അലേർട്ടാണേ. ഇത് കണ്ടോ, ഇത്ര നേരം ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് മൊബൈലിലിരുന്ന് 2 ഫോണിലിരുന്ന് ബെല്ലടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് രാത്രി കാലങ്ങളിൽ മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള അലേർട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവർ അലേർട്ടാകും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പം നമ്മുടെ സംവിധാനങ്ങൾ, നമുക്ക് അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംവിധാനങ്ങൾ എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന ഒരു സംഭവമാണ്. അത് ഞാൻ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ അതിനകത്ത് കാണിക്കാം കേട്ടോ. ഞാനത് റെക്കോർഡ് ചെയ്തു. കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. രാത്രി 1 മണി 2026 ഓഗസ്റ്റ് 3. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ആളുകൾക്കും തന്നെ ഇത് ഒത്തിരി ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. എങ്കിലും ഞാനിതിപ്പം ശ്രദ്ധിച്ച് എഴുന്നേറ്റ കൊണ്ട് ഞാനിപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യുകയും കൂടി ചെയ്തു ഇതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു അറിയിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളെടുത്ത് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു മുന്നറിയിപ്പ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അലേർട്ടായിരിക്കും. 1 മണി, 1:30, 2 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടെ ഉണർന്നിരുന്ന് അപകടം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെയാണ് ഞാൻ ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞത്. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവരതിനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിനുള്ള ചലനങ്ങളോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളിലേക്ക് അത് അറിയിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന ടെക്നോളജീസൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, നമുക്ക് നാച്ചുറൽ കലാമിറ്റീസിൽ നിന്ന് നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും. പണ്ട് കാലം തൊട്ട് തന്നെ ഇങ്ങനെ കലാമിറ്റീസ് ഉള്ളതാണ്. പ്രകൃതി ദുരന്തം നിന്ന് ആളുകൾ മരിക്കുകയും കൃഷിയിടങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനും മുന്നേ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമുക്ക് കാലാവസ്ഥ പ്രവചിച്ച് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വലിയൊരു മേഘം വരികയാണെങ്കിൽ ഇത്ര മണിക്കൂറിനകത്ത് നമുക്ക് മഴ കിട്ടും എന്ന് ഇവർ പ്രവചിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനകം വലിയ കാറ്റ് നമ്മുടെ തീരദേശത്തേക്ക് എത്തുമെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുകയും ആ ഒരു അലേർട്ട് ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇസ്രയേലിലൊക്കെ ജനങ്ങളെ അവർ സംരക്ഷിക്കുന്ന പോലെ മിസൈൽ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് ബംഗറിൽ കയറാനുള്ള നിർദ്ദേശം മൊബൈലിൽ കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ സേഫായിട്ടിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ടെക്നോളജീസിനെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാവരും അത് അലേർട്ടായിട്ടിരിക്കുക. കാണാൻ അടുത്ത വീഡിയോയിലേക്കും. ബൈ ബൈ.